നമസ്കാരം. ഇന്ന് ഒരു കാര്യം രേഖാ രതീഷുമായി ബന്ധപ്പെട്ടൊന്ന് ചർച്ച ചെയ്യാമെന്ന് വെച്ചു. രേഖാ രതീഷിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് ചേച്ചിക്കുണ്ട്. ആ ചേച്ചി തന്നെ വിളിക്കാം, എന്നേക്കാളും ഒരുപാട് പ്രായം ആളാണ് ചേച്ചി. ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്നു, യൂട്യൂബർമാർ കംപ്ലീറ്റ് പുള്ളിക്കാരിയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നോ. ഞാൻ ആ വീഡിയോ സൈഡിൽ കൊടുക്കാം. രേഖാ രതീഷിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി കോൺട്രവേഴ്സറി ആയിട്ടുള്ള കാര്യങ്ങള് സോഷ്യൽ മീഡിയയിലുണ്ട്. നമുക്ക് നേരിട്ട് ഇതിനെപ്പറ്റി അറിയില്ല, പക്ഷെ എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ അമൃത ടിവിയിലെ ഒരു പ്രോഗ്രാമിൽ ചേച്ചിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കത്തി നിൽക്കുന്നുണ്ട്. ആ ചേച്ചിയും പങ്കെടുത്ത ചേച്ചിയുടെ ഒരു ഫാമിലി പ്രശ്നമാണ്. ആ ഫാമിലി പ്രശ്നത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് കൂടുതൽ ആളുകളും ചേച്ചിയെ നെഗറ്റീവ് പറയാൻ വേണ്ടി യൂട്യൂബിലൊക്കെ ചെയ്തു. അതുപോലെ അദ്ദേഹം വേറെ വിവാഹം കഴിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കോൺട്രവേഴ്സറി ഒക്കെ ഈ യൂട്യൂബ് മേഖലയിൽ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വെച്ചാല് ഒരാളുടെ നെഗറ്റീവിനെ പർവ്വതീകരിച്ച് കാണിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി രേഖാ രതീഷ് ചേച്ചിയുടെ നെഗറ്റീവ് വശങ്ങളെ പറ്റി പർവ്വതീകരിച്ച് കാണിക്കുക, അതുപോലെ അവർക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ എടുത്തു കാണിക്കുക. ഇതൊക്കെയാണ് യൂട്യൂബർമാർ ചെയ്യുന്നത്. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത്. എന്തിനാണ് ഒരു യൂട്യൂബർ രാവിലെ മുതൽ ഒരാളെ വരുന്ന കുറ്റം പറയുക അല്ലെങ്കിൽ നല്ലതും ചീത്തയും പറയുന്നതെന്ന് വെച്ചാല് ഇതൊരു തൊഴിൽ മേഖലയാണ്. യൂട്യൂബ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു തൊഴിൽ മേഖലയാണ്. അതായത് 1,00,000 വ്യൂ ഉള്ള ഒരാൾക്ക് 3,000-4,000 രൂപ ഒരു വീഡിയോയിൽ കിട്ടും ഏറ്റവും കുറഞ്ഞത്. ഇപ്പോൾ 2,500 രൂപ കിട്ടിക്കോ. ഇത്രയും വരുമാനം. ഇപ്പൊ 2,00,000 പേര് കണ്ടാൽ 5,000 രൂപ ഒറ്റ വീഡിയോയ്ക്കായി. ഒരാളുടെ നെഗറ്റീവ് അയാൾക്ക് ജീവിതത്തിൽ സംഭവിച്ചത് എടുത്തു പറയുക, അല്ലെങ്കിൽ അയാള് ചെയ്ത എപ്പോഴെങ്കിലും ജീവിത കാലഘട്ടത്തിൽ ഏതെങ്കിലും സമയത്ത് ചെയ്തതാണല്ലോ വിവാദമാകുന്നത്, അതാണല്ലോ ചർച്ചയാകുന്നത്. ആ ചർച്ചയാകുന്ന കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ട് യൂട്യൂബർമാരെ അത് എടുത്തിട്ട് അലക്കുന്നു. അത് അലക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് വരുമാനമാണ് കിട്ടുന്നത്. പക്ഷെ സീരിയലിൽ അഭിനയിച്ച് ചേച്ചിക്ക് വരുമാനം കിട്ടുന്ന പോലെ ഈ യൂട്യൂബർമാർക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ്, ഒരു ഇൻഡസ്ട്രിയാണ് യൂട്യൂബ്. അല്ലെ, ഈ യൂട്യൂബ് ഒരു ഇപ്പൊ കടന്നു വന്നപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും യൂട്യൂബ് ആയാലും ഇത് കടന്നു വന്നപ്പോൾ അതൊരു ഇൻഡസ്ട്രിയാണ്. അല്ലെ, ഇതൊരു തൊഴിൽ മേഖലയാണ്. ഇതിലുള്ള വീഡിയോ ചെയ്തിരുന്നവൻ അതിന്റെ സത്യസന്ധമായി വീഡിയോ ചെയ്തിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ആരെങ്കിലും വലിച്ചു കീറി ഒട്ടിച്ച് അവരുടെ ജീവിതം കുളന്തൊണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ചേച്ചി ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ആകെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. എന്തോ ഒരു സംരംഭം തുടങ്ങും, തുണിയുടെ ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഒരെണ്ണം ഇട്ട ശേഷം ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ രണ്ടാമത് ഇടുന്നത് ചേച്ചിയുടെ ഈ വീഡിയോ ആണ്. നമുക്ക് സ്വാഭാവികമായി ബുദ്ധിയുള്ളവന് ചിന്തിച്ചാൽ മനസ്സിലാവും, ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് കൂടുതൽ ആളുകൾ തള്ളിക്കയറി വരും. ചേച്ചി പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കാൻ വരും. അതിലെ സത്യാവസ്ഥ സത്യാവസ്ഥ മനസ്സിലാക്കിക്കോളൂ. പക്ഷേ ആ ഒരു പുതിയ പേജിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ ആളുകൾ ഞങ്ങൾ കരുതുന്നത്, ഈ സോഷ്യൽ മീഡിയ കരുതുന്നത്, ആളുകൾ ചിന്തിക്കുന്നത് ആ പേജിലേക്ക് കൂടുതൽ ആളുകൾ വന്ന് ഈ ചേച്ചിക്ക് സപ്പോർട്ട് കൊടുക്കാൻ വരികയും അവരെല്ലാം ഈ പേജിനെ ഫോളോ ചെയ്യട്ടെ, നല്ല കാര്യമാണ്. ഏത് യൂട്യൂബർമാരാണ് ഇങ്ങനെ നിങ്ങൾക്കെതിരെ ഒരുപാട് വലിച്ചു കീറി ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിവരമായിട്ട് പരാതിപ്പെട്ട് ഇന്നത്തെ നിയമങ്ങളെല്ലാം ശക്തമാണ്. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ടോ ജീവിക്കാൻ അനുവദിക്കണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തോട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പരാതിപ്പെടണം, കോടതിയിലായാലും അല്ലെങ്കിൽ നിയമ സംവിധാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പരാതിപ്പെടുക. അങ്ങനെയാണ് ഇതിന്റെ നിയമവശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെതിരെ പരാതിയുള്ളത് ആ പരാതിയിലുള്ള ആളുകൾ പറഞ്ഞ് എന്തെങ്കിലും തെളിവുകളുള്ള സംഭവം നിങ്ങൾക്ക് ഇല്ല, അപവാദം പറഞ്ഞാണെങ്കിൽ അത് നിങ്ങൾ പരാതിപ്പെടുക. ആ വീഡിയോ അടക്കം ചെയ്യുമ്പോൾ അവര് പോലീസ് സ്റ്റേഷനിൽ, ഇപ്പം പോലീസിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതായത് ഇന്റർനെറ്റുമായി പ്രധാനപ്പെട്ട കേസുകൾ അങ്ങനെയുള്ള തെളിയിക്കാനൊക്കെ പറ്റും. ഈ യൂട്യൂബിൽ വീഡിയോസിലൊക്കെ പരാതി എടുക്കാനൊക്കെ പറ്റും. ഇങ്ങനെ പറയുന്നവരും സംസാരിക്കുന്നവരും വെച്ച് കീറുന്നവരും. ചേച്ചി ഇത് മനസ്സിലാക്കേണ്ടത് സീരിയൽ മേഖല പോലെ തന്നെ മറ്റൊരു മേഖലയാണ് യൂട്യൂബ് മേഖല. ആ മേഖലയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നത്. ഒരു സ്ഥാപനമായിട്ടല്ല ആരും തന്നെ ഇരിക്കുന്നത്. ചിലപ്പോൾ ഇതുപോലൊരു വണ്ടിക്കകത്തോ അല്ലെങ്കിൽ ഒരു കട്ടം വലിച്ചോ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമിലൊക്കെ ഇരുന്നാണ്. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി വളർന്നു വന്നേക്കുന്നത് ഈ കണ്ടന്റുകളാണ്. ഇതെല്ലാം ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. രേഖാ രതീഷ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ താരം ഒരു കണ്ടന്റാണ്. ആ കണ്ടന്റിനെ മാക്സിമം ആട്ടിച്ച് വായിച്ച് കീറി ഒട്ടിക്കുമായിരിക്കും ചില യൂട്യൂബർമാർ ചെയ്ത്. ചിലരിന്ന് അതിന്റെ നല്ല വശം പറയും, ചേച്ചിയുടെ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഞാൻ ചേച്ചിയുടെ വീഡിയോ തൊട്ട് ഇപ്പുറത്താണ് പ്ലേ ചെയ്തത്. എന്താണ് ചേച്ചി പറയാൻ ഉദ്ദേശിച്ചെന്നുള്ളത് ഇവിടെ ഞാൻ കാണിക്കാം. സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-8-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി
ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്റെ പിന്നാലെ എന്നെ കുറിച്ച് ചേച്ചിയുടെ ഞാൻ വളരെ മോശമായ കുറച്ചുകൂടെ വോളിയം രീതിയിൽ കുറച്ച് play ക്യാപ്ഷൻസ് ചെയ്തോളാം. കൊടുത്ത് ചിത്രീകരിക്കുകയും ചേച്ചി വളരെ ഇതായിട്ടാണ് ജീവിക്കാൻ പറയുന്നത്. അനുവദിക്കാതെ ശരിയാണ്, ചേച്ചി എന്നെ കരയുന്ന രീതിയിലാണ് വീഡിയോ. സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. എന്തു ആയിക്കോട്ടെ, നമ്മളെ ഈ യൂട്യൂബർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോട് എനിക്ക് പറയാം, നിങ്ങളെ ഒരു വിഷയത്തിന്റെ നല്ലതും കൂടെ പറയൂ. ഇങ്ങനെ അല്ലെ, ഒരാളുടെ ജീവൻ എടുക്കാവുന്ന രീതിയിൽ നിങ്ങൾ റിവ്യൂ കൊടുക്കാതിരിക്കും. അല്ലെ, ജീവിക്കാൻ വേണ്ടി ഒരുപാട് ഇപ്പോ കാസർഗോഡുള്ള ചിന്നു പാപ്പുവിന്റെ വീഡിയോ, മകന് വേണ്ടിയിട്ട് ആ വീഡിയോയില് പോലീസ് കൊടുത്തേക്കുന്ന റിപ്പോർട്ടില് പറയുന്നത് ടി വി മാധ്യമങ്ങളിൽ വരുന്നതാണ്, അല്ലാണ്ട് പോലീസിന്റെ നിന്ന് കിട്ടിയ റിപ്പോർട്ടല്ല. സമൂഹ മാധ്യമങ്ങളിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ജീവിതത്തിൽ, പുള്ളിക്കാരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറച്ച് താളപ്പിഴകൾ, ആ താളപ്പിഴകളെ എടുത്ത് പർവ്വതീകരിച്ച് അതും കീറി മുറിക്കുന്ന കുറെ യൂട്യൂബർമാർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. ഇനിയെങ്കിലും അവരെ വെറുതെ വിടുക, കാരണം അവരുടെ ഒന്ന് ജീവിച്ചു പോട്ടെ. അവരുടെ പുതിയ സംരംഭമായിട്ട് അവർക്ക് തൊഴിലില്ല എന്ന് അവർ പറയുന്നത്. ഈ സീരിയലുകളൊന്നും അവർക്ക് കിട്ടുന്നില്ല ഈ ഒരു വിഷയം കാരണം. ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാ കൂടുതൽ അവർ ചെയ്തേക്കെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേച്ചി പരമാവധി പരാതിപ്പെടുക, അല്ലാതെ നമ്മുടെ നിയമവ്യവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയ വന്ന് ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇവര് അമൃത ടിവിയിൽ വന്ന ചേച്ചിയുടെ ആ വിഷയമാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമായി മാറിയത്. അപ്പൊ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ ബൈ. പറ്റിയ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.